ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് രാവിലത്തെ തിരക്കിനിടയിൽ മീൻ വാങ്ങാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചമ്മന്തി അരയ്ക്കാമെന്ന്. അപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എന്തായാലും മുട്ട മസ്റ്റല്ലേ. അപ്പോൾ അതൊരു എളുപ്പപ്പണി ആയതുകൊണ്ട് ഞാൻ ആ ജോലി അങ്ങ് ഏറ്റെടുത്തു. സാധാരണ ചോറ് കഴിക്കുന്ന സമയത്ത് മുട്ട നല്ല ചൂടോടെ പൊരിച്ച് തന്നെ കഴിക്കണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്കാണെങ്കിൽ അത്രത്തോളം ക്ഷമയില്ലായിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മുട്ടയാണ് എടുത്തത്. എനിക്കും അമ്മയ്ക്കും മാത്രം മതി. മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തു വിട്ട്. ഞാനിപ്പോൾ കൊച്ചുള്ളിയാണ് എടുത്തത്. ചിലർ സവാളയാണ് ഇടുന്നത്. എനിക്ക് കൊച്ചുള്ളിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് കൊച്ചുള്ളി എടുത്ത്. പിന്നെ മുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചിലർ മാത്രമേ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇടും. പിന്നെ മുളക് ഇട്ട് കഴിഞ്ഞാൽ കുരുമുളക് പൊടി ചിലരിടത്തില്ല, പക്ഷെ ഞാനിപ്പോൾ രണ്ടും ഇട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് രണ്ടിൻ്റെയും ടേസ്റ്റ്. പിന്നെ ചിലർ പച്ചമുളകിന് പകരം വറ്റൽമുളക് ഇടാറുണ്ട്, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല. ഞാൻ പച്ചമുളക് ഇടുന്നുണ്ടെങ്കിലും തീരെ കുറച്ച് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. സാധാരണ ഇടുന്ന അത്ര പോലും ഇടത്തില്ല, കാര്യം എന്നെക്കൊണ്ട് എരിവ് ഒട്ടും പറ്റില്ല. അതുപോലെ തന്നെ മുട്ട പൊരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഒത്തിരി നേരം മുട്ട നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ പൊരിക്കാൻ എടുക്കത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് ടേസ്റ്റ് കൂടാൻ ഒരു സാധനം കൂടിയുണ്ട്, വേറൊന്നുമല്ല, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ വില വെച്ച് നമുക്ക് എടുക്കാനുള്ള മനസ്സ് പോലും തോന്നാറില്ല. എന്തായാലും പാത്രത്തിന് ചുറ്റും ചെറുതായിട്ടൊന്ന് എണ്ണ തടവിത മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.